ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വയനാട് മല്ലു സ്റ്റോറീസ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കാണുന്ന എല്ലാവരും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയെല്ലാം ചെയ്യണേ. ഇന്ന് ഞാനിവിടെ ഒരു ചെറിയൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഈ ഒരു ചാനൽ വന്നിട്ട് എന്താ പറയുക, കുറച്ച് കുട്ടി കുട്ടി വ്ളോഗ്സ്, അതുപോലെ തന്നെ വില്ലേജ് സ്റ്റൈൽ കുക്കിംഗ്, പിന്നെ വയനാടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, വയനാട് മാത്രമല്ല വേറെയും സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളത് എക്സ്പ്ലോർ ചെയ്യും. എസ്പെഷ്യലി വയനാടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വയനാടിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ ഓരോ ആൾക്കാർക്കൊക്കെ. അപ്പം അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഒരു വ്ളോഗായിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് മുന്നോട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് ഇവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിന്ന് ഇവിടെ വയനാട്ടിൽ തന്നെ മേപ്പാടിക്കടുത്ത് നെടുമ്പാല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അതായത് കാരാപ്പുഴ ഡാമിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരുന്നൊരു ചെറിയൊരു ഏരിയ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. രണ്ട് സൈഡിലും എന്താ പറയുക, മുളയൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ നല്ല കുളിരൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ. നല്ല തണലൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് വെയിലടിക്കുക അങ്ങനെയൊന്നുമില്ല. രണ്ട് ഭാഗത്തും വെള്ളമാണ് കേട്ടോ, നിറയെ വെള്ളമാണ്. അതുപോലെ തന്നെ ഇവിടെ അധികവും ആൾക്കാർ വരുന്നത് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മീനിനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ വലയൊക്കെ ഇടുന്നുണ്ട് ആൾക്കാർ. അപ്പം ഇന്ന് നമ്മൾ വന്ന സമയത്ത് കണ്ടത് ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുന്നതായിട്ടാണ്. കണ്ടോ, ചൂണ്ടയിട്ടിട്ട് അവിടെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. വലിയ മീനിനെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോയിട്ടില്ല. നമുക്ക് കുറച്ചും കൂടി ഇറങ്ങാനായിട്ട് സൗകര്യം ലെഫ്റ്റ് സൈഡിലാണ്. അതായത് മേപ്പാടിയിൽ നിന്ന് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് കുറച്ചുകൂടി ഇറങ്ങാനൊക്കെ ആയിട്ട് സൗകര്യമായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ പോയ സമയത്ത് കുറേ ആളുകളൊക്കെ മീനിനെ പിടിക്കുന്നുണ്ടായിരുന്നു. ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് മീനിനെ പിടിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വൈകുന്നേര സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു പാലമൊക്കെ കാണുന്നുണ്ടാവും. അങ്ങനെ ഫാമിലീസൊക്കെ വന്നിട്ടാണ് കേട്ടോ മീൻ പിടിക്കുന്നത്. നിറയെ ആമ്പൽ ചെടി ഉണ്ടല്ലോ, അതിങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ പൂക്കളില്ല. അതേപോലെ ഈ കാണുന്ന ഒരു പാലമുണ്ട്. ഞാനത് കുറച്ച് വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട് വീഡിയോ. അതായത് ഈ പാലം പണ്ട് ആളുകൾ നടന്നു പോയിക്കൊണ്ടിരുന്നൊരു റോഡാണ്. അവിടെ ഇപ്പോൾ ഫുള്ള് വെള്ളമൊക്കെ മുങ്ങിയിട്ട് വെള്ളമൊക്കെ നിറഞ്ഞ് ഇപ്പം അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അക്കരെ കാണുന്ന നിറയെ വീടുകളാട്ടോ. ആ വീടിൻ്റെ അവിടെ നിന്നൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇങ്ങനെ ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കാമല്ലോ. അതേപോലെ അങ്ങോട്ടേക്കൊക്കെ കുറേ ആളുകൾ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. മുന്നോട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ കണ്ണത്താ ദൂരത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പകർന്ന് കിടക്കുകയാണ്. അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എനിക്കൊന്നും ആളുകൾക്ക് അധികം അറിയുമോയെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ ഹോം സ്റ്റേ, അതുപോലെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. വയനാട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും, അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാനും, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും, ചൂണ്ടയൊക്കെ ഇട്ട് മീനിനെ പിടിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് നല്ലൊരു അനുഭവമായിരിക്കും. ഇവിടെ വന്നിട്ട് മീൻ പിടിക്കുക, അതുപോലെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കണ്ടോ, എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ. തീർച്ചയായിട്ടും വയനാട്ടിൽ ഇവിടെ വരാത്ത ആൾക്കാർ ഇവിടെ നിന്ന് വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഇത് വന്നിട്ട് ആമ്പലാണ് കേട്ടോ. ആമ്പലിൻ്റെ ചെടിയാണ്. ഞാനത് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ട് ഞാനിങ്ങനെ എടുത്തതാണ്. അതുപോലെ തന്നെ കുറേ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് നോക്കി.
അപ്പോഴേക്കും അത് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് മീനിനെ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത്. ഭംഗിയുള്ള ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടുന്ന, അതായത് മടുക്കില്ല, നമുക്ക് അവിടെ എത്ര നേരം പോയി നിന്നാലും മടുക്കില്ല, അങ്ങനൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കണ്ടത് കാരാപ്പുഴേൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. ജലസേചന പദ്ധതി എന്നൊക്കെ പറയും, കാരാപ്പുഴ ജലസേചന പദ്ധതി. അപ്പോൾ വയനാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് കാരാപ്പുഴ എന്ന് പറയുന്നത്. പിന്നെ കൃഷിക്കൊക്കെ ആയിട്ടാണെങ്കിലും അങ്ങനെ. ശരിക്കും വയനാട് എന്ന് പറയുന്നത് ഒരു സ്വർഗം തന്നെയാണ്. അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ വയനാടിൻ്റേതായ കുറച്ച് കൾച്ചർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, എനിക്ക് ഈ പാലം ഇങ്ങനെ ഞാൻ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഈ പാലം ഇങ്ങനെ വെള്ളമൊന്നും മൂടാതിരുന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിലൂടെയൊക്കെ നടന്നിട്ട് അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ വലിയൊരു മറക്കാനാകാത്ത ഓർമ്മകളായിരിക്കുമല്ലോ. പിന്നെ ഇത് എന്താ പറയുക, ഒരു പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് തൊട്ടാവാടി എന്ന് പറയുന്നത്. ഭയങ്കര ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. പിന്നെ വയനാട്ടിലൊക്കെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കാണാൻ പറ്റും. പുറത്തേക്കൊന്നും അതൊക്കെ അന്യം നിന്നും പോയല്ലോ, അതൊന്നും കാണാൻ പറ്റില്ല. ഭയങ്കര ഔഷധ ഗുണമുള്ള പല അസുഖങ്ങൾക്കും പറ്റുന്നൊരു സാധനമാണ് ഈ പറയുന്ന തൊട്ടാവാടി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഓപ്പോസിറ്റ് കാണിച്ചിട്ടുള്ളത് റോഡ് സൈഡിനുള്ള ആ ഒരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ദാഹമൊക്കെ തോന്നിയപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് വന്നു, പക്ഷെ ദാഹം തോന്നിയതുകൊണ്ട് വെള്ളം കുടിച്ച് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോരുകയാണ്, മേപ്പാടിക്ക് തിരിച്ച് പോരുകയാണ്. അപ്പം ഇതാണ് മേപ്പാടിയിലേക്ക് പോകുമ്പോൾ കാണുന്നത്. എന്ന് പറയുന്നത് രണ്ട് സൈഡിലും നിറയെ തേയിലയാണ്. നല്ല രസമാണ് കേട്ടോ അതിലെ കൂടെ യാത്ര ചെയ്യാനായിട്ടൊരു വയനാട്ടിലെ ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ അത്. ഭയങ്കര രസമാണ്. നമുക്ക് വരുന്ന ആൾക്കാർ, ഇവിടെ കുറേ പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. നല്ല ഭയങ്കര ഒരു ഭംഗിയുള്ള നല്ല പച്ചപ്പൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പേരക്കൊക്കെ ഉണ്ട്, പേരക്കമരമൊക്കെ കാണുന്നുണ്ടാവും. പേരക്കൊക്കെ വെള്ള മരത്തിലുള്ളതും ചുവപ്പ് മരത്തിലുള്ള പേരക്കൊക്കെ. റോഡ് സൈഡിലാണെങ്കിൽ നമുക്ക് അറിഞ്ഞ് ചോദിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ നമ്മൾ പേരക്കൊക്കെ ഇപ്പോൾ പുറത്തുനിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല എന്താ പറയുക, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ പ്രകൃതി നമുക്ക് അറിഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. പിന്നെ അവിടേക്കൊക്കെ കുറച്ച് അതിനുള്ളിലേക്കൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ പോയിട്ട് ഇത്രയുണ്ട് വീഡിയോ. തുടർന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.